ഇനി പറയാൻ പോകുന്ന ചില ആശംസകളെക്കുറിച്ച് തന്നെയാണ്. കാരണം നമുക്കറിയാം, എന്തും അധികമായാൽ അതിൻ്റെ ഒരു സ്നേഹം, പരിശുദ്ധി, മൂല്യമൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഈ വാട്സപ്പും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി ആശംസകൾ എന്നത് സത്യം പറഞ്ഞാൽ ആളുകൾ തിരിഞ്ഞു നോക്കാതായി പോയി. ഇപ്പോൾ ഓണമായാലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും ഒക്കെ ചറവറ വാട്സപ്പിൽ ഹാപ്പി ന്യൂ ഇയർ വരും. ചിലർക്ക് തിരിച്ച് മറുപടി കൊടുക്കും, ചിലർക്ക് മറുപടി കൊടുക്കാൻ പോലും പറ്റാത്തത്ര മെസ്സേജുകൾ വരാം, ചിലർ അതിനെ ഗൗനിക്കാതിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ പക്ഷേ കുറേ കാലങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഒരു കത്ത്, ഒരു ആശംസയായിട്ട് ഒരു കത്ത് കിട്ടുകയോ അല്ലെങ്കിൽ സുഖവിവരങ്ങൾ അന്വേഷിച്ച് ഒരു കത്ത് വരികയോ ചെയ്യുമ്പോൾ അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ആ പഴയ കാലത്തിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ അക്ഷരങ്ങളിലൂടെ വീണ്ടും അനുഭവിക്കാൻ വേണ്ടി നമ്മുടെ കുറച്ച് കുട്ടികൾ തയ്യാറാകുന്നു. കുറച്ചധികം കുട്ടികളാണ്. ഇടുക്കി കല്ലാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അക്ഷരങ്ങളിലൂടെ അവരുടെ സ്നേഹം പലരിലേക്കും ആശംസകളായി അയക്കുന്നത്. പ്രിയപ്പെട്ട മണിക്കുട്ടി, നിനക്ക് സുഖമാണോ? ക്രിസ്മസ് എന്തായി? നിനക്ക് ഈ പുതുവത്സരം വളരെ നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ക്രിസ്മസ് സന്തോഷത്തോടെ സമാധാനത്തോടെ ആഘോഷിക്കട്ടെ. വൺസ് അഗൈൻ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഭുവന തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആശംസ കത്ത് എഴുതുന്നതും അയക്കുന്നതും. കലാർ സ്കൂളിലെ മറ്റു കുട്ടികളുടെ കാര്യവും വ്യത്യസ്തമല്ല. ആശംസാ കാർഡുകൾക്കായി പോസ്റ്റ്മാനെ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജുകൾ മാത്രമാണ് ആശംസകൾ. നമ്മൾ പഴമയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഗൃഹാതുരമായ സ്മരണകളും നൊസ്റ്റാൾജിക് അനുഭവങ്ങളുമാണ് വരുന്നത്. ഇപ്പൊ ഓൺലൈനിലും ഇൻസ്റ്റാഗ്രാമിലും മാത്രം പരിചയപ്പെടുന്ന കൂട്ടുകാരികൾക്ക് കുറച്ചും കൂടി ഇതായിട്ട് കാഴ്ചയെടുക്കാനും പേരും വിലാസം അറിയാമെങ്കിൽ ആർക്ക് വേണമെങ്കിലും അയക്കാവുന്ന ഒന്നാണല്ലോ പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ മനോഹരമായ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കല്ലാർ സ്കൂളിലെ 500 വിദ്യാർത്ഥികളാണ് ഇത്തവണ ക്രിസ്മസ് ന്യൂ ഇയർ കാർഡുകൾ തയ്യാറാക്കി തപാൽ വഴി അയച്ചത്. പലരും ആദ്യമായിട്ടായിരുന്നു കത്തെഴുതുന്നത്. ഇങ്ങനെ ഹാർഡ് കോപ്പി ആയി കിട്ടുന്ന ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു കാർഡ് അത് നമ്മളെക്കാലവും സൂക്ഷിച്ചു വെക്കാം, വർഷങ്ങൾക്ക് ശേഷം എടുത്ത് നോക്കാം. ഇത് സീസണലല്ല, ഇത് എറ്റേണലായി നിൽക്കുന്ന ഒരു സംഗതിയാണ്. കത്തുകൾ പ്രിയപ്പെട്ടവരുടെ അടുത്തെത്തി എന്നറിയുന്നതും കുട്ടികൾക്ക് ഒരു കൗതുകമാണ്. സ്കൂളിലെ NSS യൂണിറ്റാണ് കുട്ടികളെ കത്തെഴുതാൻ പ്രേരിപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. പറഞ്ഞ പോലെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അങ്ങനെ കത്തെഴുതാൻ കിട്ടുന്ന ആദ്യ അവസരമാണ്. ഇങ്ങനൊരു 35 കടന്ന ആളുകൾക്ക് പഴയ കാലത്തെങ്കിലും അവരുടെ ബന്ധുക്കൾക്കോ ഒക്കെ കത്തെഴുതിയ അനുഭവങ്ങളുണ്ടാകാം. പക്ഷേ 2000-ന് ഇപ്പുറത്തേക്ക് ജനിച്ച കുട്ടികൾക്ക് ആർക്കും തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ജെയിൻ എന്തായാലും കൂടുതൽ ഇത്തരം വിശേഷങ്ങൾ അറിയിച്ചുകൊണ്ടും സുഖവിവരങ്ങൾ തിരക്കിയും ഒക്കെ ഉള്ള കൂടുതൽ കത്തുകൾ എഴുതാൻ അവർക്ക് പ്രചോദനമാകട്ടെ. ഉണ്ടോ സംഭവിക്കുമെന്ന് അറിയില്ല, ഇതൊരു കൗതുകത്തിൻ്റെ പേരിലായിരിക്കും അവർ. പക്ഷേ എങ്കിലും നല്ലൊരു ശ്രമമാണ്. എന്താണ് കുട്ടികൾ അതിനോട് പറഞ്ഞത്? ദിവിഷ്, ഈ ഭുവന എന്ന് പറയുന്ന കുട്ടിയുടെ പ്രതികരണം കേൾക്കുമ്പോൾ സത്യത്തിൽ ഞാനും അത്ഭുതപ്പെട്ടു പോവുകയായിരുന്നു. കാരണം ഇതുവരെ ആ കുട്ടി ഒരു ആശംസാ കാർഡ് തയ്യാറാക്കി ആർക്കും അയച്ചിട്ടില്ല എന്നുള്ളത് കേൾക്കുമ്പോൾ എത്രത്തോളം നമ്മുടെ കാലം മാറി എന്ന തിരിച്ചറിവുണ്ടാകുന്നത് നമുക്കും ഒരു പക്ഷേ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് കടകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഈ ആശംസാ കാർഡുകളോ, അത് പലതരത്തിലും പല ചിത്രങ്ങളും പലപ്പോഴൊക്കെ തുറക്കുമ്പോൾ പ്രാവും മറ്റുമൊക്കെ പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള ആശംസാ കാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടാകുന്നത് ഇപ്പോഴാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഒരിക്കൽ പോലും ഇതൊന്നും കണ്ടിട്ടില്ല, ഇത്തരം ആശംസാ കാർഡുകളൊന്നും തയ്യാറാക്കിയിട്ടില്ല എന്ന് കൂടിയാണ് ഈ വാർത്ത ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കല്ലാർ ഗവൺമെൻറ് സ്കൂളിലെ NSS യൂണിറ്റാണ് കുട്ടികൾക്ക് ആ കഴിഞ്ഞു പോയ ആ കാലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനായിട്ട് ഒരു അവസരം ഉണ്ടാക്കുന്നത്. 500 കുട്ടികൾ ഇതിൽ പങ്കെടുത്തു എന്ന് പറയുന്നതും തീർച്ചയായിട്ടും അപൂർവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ആശംസാ കാർഡ് തയ്യാറാക്കി തൊട്ടടുത്ത കൂട്ടുകാർക്ക് കൊടുക്കുകയല്ല ചെയ്തത്. അവർ പോസ്റ്റ് ഓഫീസിൽ പോയി ഇത് പോസ്റ്റ് ചെയ്ത് അങ്ങനെ ആ പഴയ ഒരു രീതി എങ്ങനെയാണ് എന്ന് കൂടി അനുഭവപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി അവർ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കുട്ടികളെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊന്നും ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അങ്ങനെ കഴിഞ്ഞു പോയ ഒരു കാലത്തെക്കുറിച്ച് ഓർക്കാൻ കാട്ടിയ അവരുടെ ഒരു ശ്രമമുണ്ട്. അത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇനി വരുന്ന ആളുകളിലും ഇത്തരത്തിൽ വളരെ മനോഹരമായ ഒരു അനുഭവമായിരിക്കും ആ കുട്ടികൾക്ക്. നേരത്തെ തർക്കില്ല, അത് കിട്ടുന്നവർക്കും അത് വായിക്കാൻ. ഇപ്പോൾ ഈ ചെറിയ പോസ്റ്റ് കാർഡ് മാത്രമല്ല, ഇപ്പോൾ ജെയിൻ സൂചിപ്പിച്ച പോലെ തുറക്കുമ്പോൾ കെട്ടിടം ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ സാന്റ ഉയർന്നു വരുന്ന അങ്ങനെ ഒട്ടനവധി കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ച കാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സൂക്ഷിച്ചു വെച്ച ആളുകൾ ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കാം.